ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിലെ ഭാഗമാണ് ഈ കവിത. കവിതയല്ല, ഒരു ഗാനമാണത്. അതെ. ഭാരത മാതാവിനെ പ്രശംസിച്ചുകൊണ്ടും ഭാരതമാതാവിൻ്റെ അനന്തമായ ഭാവങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടും ദേശീയ ബോധമുള്ളവരിലെല്ലാം വലിയ ദേശീയമായ ഉണർവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ട ഒന്നാണ് അത്. അതിനൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഈ ഗാനത്തെയും ഈ നോവലിനെയും നിരോധിച്ചിരുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യ ഭാഗമായി വന്ദേമാതരം മാറി എന്നുള്ളതാണ് വസ്തുത. കാരണം വന്ദേമാതരം ചൊല്ലിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ യോഗങ്ങളൊക്കെ അന്ന് ആരംഭിച്ചിരുന്നത്. എല്ലാവരും വന്ദേമാതരം ചൊല്ലും. ആ വന്ദേമാതരം ചൊല്ലി എല്ലാവരും ആവേശഭരിതരായിട്ട് ഭാരത മാതാവിനെ വിമോചിപ്പിക്കുന്നതിനുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറുകയാണ് ചെയ്തത്, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നോവലും ഈ ഗാനവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ 1937 എനിക്കൊരു ഓർമ്മ, 37 ബ്രിട്ടീഷുകാർ ഇതിനെ നിരോധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യ ഭാഗമായിരുന്ന ഒരു കൃതിയാണ് ആനന്ദമഠം. അതുപോലെ തന്നെയാണ് വന്ദേമാതരം എന്ന് പറയുന്ന കവിതയും. ഈ വന്ദേമാതരത്തിന് 1882 അത് വരുന്നത്. അതിനാദ്യം സംഗീതം കൊടുത്തത് യദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹമാണ് അതിനാദ്യമായിട്ട് സംഗീതം കൊടുത്തുകൊണ്ട് ഇത് ആലപിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ആലപിക്കപ്പെടുന്നത് ഒരു സംഗീതത്തിൻ്റെ അകമ്പടി ഇല്ലാതെ വായിച്ചവർ അവരുടെ ഈണത്തിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.